നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. എന്താശയം? എനിക്കൊന്നും അറിയില്ല. ഒരാശയവുമില്ല. ശരി, ഞാൻ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ടാക്കാം. ആ, അതായിരിക്കും നല്ലത്. എന്നാ ഞാൻ പോട്ടെ. ഏയ്, അറ്റ്ലീസ്റ്റ് ഒരു ഗുഡ് നൈറ്റ് എങ്കിലും പറഞ്ഞിട്ട് പോടൂ. ശുഭരാത്രിയെ. ഗുഡ് നൈറ്റ്. അതൊക്കെ പറയാൻ എനിക്കറിയാം. അപ്പൊ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉദയനിരമ്മേ, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടേ നാളെ 1 വർഷം ആവാൻ പോവാ. ഇനിയും വർഷങ്ങളോളം ഞങ്ങളുടെ ബന്ധം വഴക്കും പിണക്കും ഒന്നുമില്ലാതെ ഒത്തൊരുമയോടെ കൊണ്ടുപോകാൻ അമ്മ അനുഗ്രഹിക്കണം. വീണ്ടും വീണ്ടും എനിക്ക് അമ്മയോട് ഉണർത്തിക്കാൻ ഒരു സങ്കടമേ ഉള്ളൂ. വിശാൽ സാറിന് ജീവാപായം ഒന്നും ഉണ്ടാവാതെ കാത്തുരക്ഷിക്കണം. അമ്മേ, മഹാമായെ കാത്തുരക്ഷിക്കണേ. എങ്ങനെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാം? എന്ത് ഗിഫ്റ്റാ കൊടുക്കുക? യെസ്, പാർവതി. പാർവതി, പാർവതി. ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. എന്താ പാർവതി, എന്താ ഇങ്ങനെ നോക്കുന്നേ? അല്ല സാറെന്താ ഇവിടെ ഈ നേരത്ത്? എന്താ, എനിക്കിവിടെ വരാൻ പാടില്ലേ? അയ്യോ, അത് ആരെങ്കിലും കാണുന്ന. അത് കൊള്ളാം. കണ്ടാലിപ്പോ എന്താ, നമ്മളെ ഭാര്യയും ഭർത്താവും അല്ലേ? എടോ, മണി 12 ഇന്നേ നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാ, വിവാഹ വാർഷിക ദിവസം. ഈ നേരത്തെ നമ്മൾ ഒരുമിച്ച് ഇവിടെ കണ്ട ആരും ഒന്നും കരുതില്ല. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, താൻ എന്തിനാ ഇങ്ങനെ മറ്റുള്ളവരെ പേടിക്കുന്നേ? പാർവതി, താൻ ആദ്യം മറ്റുള്ളവരെ കുറിച്ചുള്ള ചിന്ത അങ്ങ് കളയ. പിന്നെ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ നിനക്ക് സർപ്രൈസ് ആയിട്ടൊരു ഗിഫ്റ്റ് തരാൻ വേണ്ടിയാ. എന്നുവെച്ചാ? അതൊക്കെ ഉണ്ട്, താമടോ വാ. ഇതെന്ത് ചെയ്യാ? ആ, എല്ലാം ഞാൻ പറയാം, താൻ നടക്ക. നടക്ക, പറയാം. ഞാൻ വീഴും. പതുക്കെ, അയ്യോ, പതുക്കെ പതുക്കെ, സൂക്ഷിച്ച്. എന്തിനാ പാർവതി കണ്ണു നിറഞ്ഞത്? ഇത് സന്തോഷം കൊണ്ടുള്ള കണ്ണീരാ വിശാൽ സർ.
സാർ എന്നെ ഇത്രമാത്രം സ്നേഹിക്കുന്നു എന്നുള്ളത് ഞാൻ അറിഞ്ഞില്ല. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോ ഒട്ടും താല്പര്യമില്ലാതായിരുന്നു ഞാൻ നിന്റെ നാട്ടിൽ വിട്ടിട്ട് പോകുന്നത്. അച്ഛൻ നിർബന്ധിച്ച് ചെയ്ത വിവാഹത്തിനോടുള്ള എതിർപ്പായിരുന്നു അത്. പക്ഷേ നിന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടും നീ അത്രയും ദൂരം താണ്ടി എന്നെ തേടി വന്നു. എന്നിട്ട് എന്റെ എല്ലാ അവജ്ഞയും സഹിച്ച് നീ എന്നെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. നീ എനിക്ക് തരുന്ന ആ സ്നേഹമുണ്ടല്ലോ, അതിന് പകരമാവില്ല ഒരിക്കലും എന്റെ സ്നേഹം. നമ്മുടെ സ്നേഹം ഒരു തുലാസിൽ വെച്ച് അളന്നാൽ ഉയർന്നു നിൽക്കുന്നത് നിന്റെ സ്നേഹം തന്നെയായിരിക്കും പാർവതി. എന്തിനാ വിശാൽ സർ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ എനിക്ക് സങ്കടവും. പാർവതി, നീ പോലും അറിയാതെ നീ എന്നെ ഒത്തിരി ജീവിത പാഠങ്ങൾ പഠിപ്പിച്ചു. വിവാഹം കഴിഞ്ഞതുകൊണ്ട് ഒരു കുടുംബം ഉണ്ടാവണമെന്നില്ല. നല്ലൊരു കുടുംബം ഉണ്ടാവണമെങ്കിലേ ഭാര്യയുടെയും ഭർത്താവിന്റെയും സ്ഥാനവും മഹത്വവും അവർ പരസ്പരം തിരിച്ചറിയണം. ഭാര്യ ഭർത്തൃ ബന്ധത്തിന്റെ വില അറിയണം. ഇതൊക്കെ ഞാൻ മനസ്സിലാക്കിയത് പാർവതിയിൽ നിന്ന്. നിന്റെ പ്രവൃത്തികളിലൂടെ നിന്റെ വലിയ മനസ്സ് നീ എനിക്ക് കാണിച്ചു തന്നു. അപ്പോ ആ വലിയ മനസ്സിനെ ഞാൻ അംഗീകരിക്കണ്ടേ? ആ അംഗീകാരത്തിന്റെ അടയാളങ്ങളാ ഈ സമ്മാനങ്ങൾ. വിശാൽ സർ എനിക്ക് ഇത്രയും സമ്മാനങ്ങൾ നൽകി. പക്ഷെ എനിക്ക് വിശാൽ സാറിന് ഒന്നും നൽകാൻ സാധിച്ചില്ലല്ലോ. പറയൂ വിശാൽ സർ, സാറിന് എന്താ വേണ്ടത്? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.